നമ്മുടെ നീതിന്യായ വ്യവസ്ഥ നേരിടുന്ന ഏറ്റവും വലിയ ഒരു വെല്ലുവിളിയെക്കുറിച്ച് സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം പറഞ്ഞത് രാജ്യമെങ്ങും കെട്ടിക്കിടക്കുന്ന കേസുകളുടെ കാര്യത്തിൽ ഒരു ചലനമെങ്കിലും ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. കൊലപാതകം, സ്ത്രീധന മരണം, ബലാത്സംഗം തുടങ്ങിയ അതിക്രൂരമായ കുറ്റകൃത്യങ്ങളിൽ പോലും വിചാരണ പതിറ്റാണ്ടുകളോളം നീണ്ടുപോവുകയാണ് എന്നാണ് ജസ്റ്റിസ് കെ.ബി. പർദിവാലയും ജസ്റ്റിസ് കെ.വി. വിശ്വനാഥനും അടങ്ങുന്ന ബെഞ്ച് കണക്കുകൾ ഉദ്ധരിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്നത്. നീതി വൈകുന്നത് നീതി നിഷേധിക്കുന്നതിന് തുല്യമാണ് എന്ന് നമ്മൾ പണ്ടേ കേട്ടിട്ടുണ്ട്. എന്നാൽ ഇന്ന് നമ്മുടെ നാട്ടിലെ കോടതികൾ നടക്കുന്നത് കേവലം വൈകൽ മാത്രമല്ല, അത് നീതിന്യായ വ്യവസ്ഥയെ തന്നെ പരിഹാസ്യമാക്കുന്ന തരത്തിലുള്ള കാലതാമസമാണ്. 23 വർഷം കഴിഞ്ഞിട്ടും ഒരു കേസിൽ തീർപ്പായില്ല എങ്കിൽ നമ്മൾ എന്ത് നീതിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? രാജസ്ഥാൻ ഹൈക്കോടതിയിലെ ഒരു കേസ് ഉദാഹരണമായി എടുത്തുകൊണ്ടാണ് കോടതിയുടെ ഈ വിമർശനം. 2002 നടന്ന ഒരു മരണം, അത് സ്ത്രീധന കൊലപാതകമാണ് എന്ന് ആരോപിക്കപ്പെടുന്ന കേസാണ്. ഈ കേസിൻ്റെ വിചാരണ 2003 ഒരു സ്റ്റേ ഉത്തരവിലൂടെ നിലച്ചു. ആ സ്റ്റേ നീക്കാനെടുത്തത് 20 വർഷത്തിലധികമാണ്. 2021 ആ ഫയൽ വീണ്ടും ഒന്ന് പൊടി തട്ടിയത്. 2025 കേസ് തള്ളി. കുറ്റവാളി ശിക്ഷിക്കപ്പെട്ടോ ഇരയ്ക്ക് നീതി ലഭിച്ചോ എന്നതിലുപരി ആ കാലയളവാണ് നമ്മെ ഭയപ്പെടുത്തുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? കോടതി ഇതിനെ വിശേഷിപ്പിച്ചത് നീതി നടപ്പിലാക്കുന്നതിലെ വെല്ലുവിളി എന്നാണ്. സ്റ്റേ ഉത്തരവുകളുടെ ദുരുപയോഗം ഇതിൽ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. പ്രതികൾ പലപ്പോഴും ഹൈക്കോടതികളിൽ നിന്ന് ഇടക്കാല ഉത്തരവുകൾ അഥവാ സ്റ്റേ സമ്പാദിക്കുന്നു. ഈ സ്റ്റേ ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ കേസ് വർഷങ്ങളോളം അനങ്ങില്ല. സാങ്കേതികമായ പഴുതുകൾ ഉപയോഗിച്ച് വിചാരണ തടഞ്ഞു വയ്ക്കുന്നത് ഒരു തന്ത്രമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇരകളുടെ അവസ്ഥ നോക്കണം. ഒരു കൊലപാതകം നടക്കുമ്പോൾ ആ കുടുംബം തകരുകയാണ്. അവർ കോടതിയുടെ വരാന്തകളിൽ കയറി ഇറങ്ങുന്നത് പ്രതിക്ക് ശിക്ഷ ലഭിക്കുന്നത് കാണുന്നതിന് വേണ്ടിയാണ്. എന്നാൽ 20 വർഷം നീളുന്ന വിചാരണയ്ക്കിടയിൽ സാക്ഷികൾ മരിച്ചു പോകാം, തെളിവുകൾ നശിക്കാം, അല്ലെങ്കിൽ കാലപ്പഴക്കത്തിൽ സത്യം മൂടിപ്പോവുകയും ചെയ്യാം. ഇത് പ്രതിക്ക് ലഭിക്കുന്ന ആനുകൂല്യമായിട്ട് മാറുകയാണ്. അന്യായം എവിടെ നടന്നാലും അത് നീതിക്ക് ഭീഷണിയാണ് എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട്. മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെ പ്രശസ്തമായിട്ടുള്ള വരികളാണത്. സുപ്രീം കോടതി അത് ഉദ്ധരിക്കുകയും ചെയ്യുന്നുണ്ട്. രാജസ്ഥാനിലെയോ കേരളത്തിലെയോ ഒരു കോടതിയിൽ വിചാരണ വൈകുന്നത് കേവലം പ്രാദേശികമായൊരു പ്രശ്നമല്ല, അത് ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥയിലുള്ള ജനങ്ങളുടെ വിശ്വാസത്തെയാണ് തകർക്കുന്നത്. നമ്മുടെ രാജ്യത്തെ കോടതികളിൽ കെട്ടിക്കിടക്കുന്ന കേസുകളുടെ എണ്ണം കേട്ടാൽ ആരും ഞെട്ടിപ്പോകും. കോടിക്കണക്കിന് കേസുകളാണ് തീർപ്പാകാതെ കിടക്കുന്നത്. അവയിൽ ഭൂരിപക്ഷവും ക്രിമിനൽ കേസുകളാണ്. ചില കേസുകൾ 30-40 വർഷം കഴിഞ്ഞ് വിധി വരുമ്പോൾ ഒന്നുകിൽ പരാതിക്കാരൻ ജീവിച്ചിരിപ്പുണ്ടാകില്ല, അല്ലെങ്കിൽ പ്രതിക്ക് ശിക്ഷ അനുഭവിക്കാൻ പോലും ആകാത്ത വാർദ്ധക്യമായിട്ടുണ്ടാകും. മറ്റൊരു വശത്ത് വിചാരണ പൂർത്തിയാകാത്തത് കാരണം വർഷങ്ങളോളം ജയിലിൽ കഴിയുന്ന നിരപരാധികളുമുണ്ട്. കുറ്റം തെളിയിക്കപ്പെടാതെ ജീവിതം ജയിലിൽ ഹോമിക്കുന്നവർ. സുപ്രീം കോടതി ഇപ്പോൾ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാർക്ക് കർശനമായ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. വിചാരണ മുടങ്ങിക്കിടക്കുന്ന എല്ലാ കേസുകളും അടിയന്തരമായിട്ട് പരിഗണിക്കണം. പ്രത്യേകിച്ച് കൊലപാതകം, സ്ത്രീധന മരണം തുടങ്ങിയ കേസുകൾക്ക് മുൻഗണന നൽകണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. 2012 നടന്ന ക്രൂരമായൊരു ബലാത്സംഗ കേസിൽ കുറ്റവാളികളെ തൂക്കിലേറ്റാൻ 2020 വരെ കാത്തിരിക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രതികൾ മാറി മാറി സമർപ്പിച്ച ക്യൂറേറ്റീവ് പെറ്റീഷനുകളും ദയാഹർജികളും വിചാരണയെ എങ്ങനെയൊക്കെ തടസ്സപ്പെടുത്താം എന്നതിൻ്റെ വലിയ ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ കഴിയും. മറ്റൊരു കേസ് ഹുസൈനാറ ഖാത്തൂൻ കേസാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പൊതുതാൽപര്യ ഹർജികളിലൊന്നാണ് ഇത്. വിചാരണ കാത്ത് വർഷങ്ങളോളം ജയിലിൽ കഴിഞ്ഞ ആയിരക്കണക്കിന് തടവുകാരെക്കുറിച്ചായിരുന്നു ഈ കേസ്. ഈ കേസിലാണ് സുപ്രീം കോടതി വേഗത്തിലുള്ള വിചാരണ, റൈറ്റ് ടു സ്പീഡി ട്രയൽ, ഒരു പൗരൻ്റെ മൗലികാവകാശമാണ് എന്ന് പ്രഖ്യാപിച്ചത്. ഏഷ്യൻ റെസ്ക്യൂയിങ് ഫെഡറേഷൻ കേസ് മറ്റൊരു കേസാണ്. ഉത്തരവുകൾ, സ്റ്റേ ഉത്തരവുകൾ 6 മാസത്തിനുള്ളിൽ സ്വയമേവ റദ്ദാകുമെന്ന് സുപ്രീം കോടതി മുൻപ് ഉത്തരവിട്ടിരുന്നു. എന്നാൽ ഇത് എല്ലാ കേസുകളിലും പ്രായോഗികമാകുന്നില്ല. പ്രതികൾ എങ്ങനെയാണ് നിയമത്തെ വെല്ലുവിളിക്കുന്നത്? പല രീതിയിലുള്ള വെല്ലുവിളിക്കലുകളുണ്ട്. നിസ്സാരമായ കാരണങ്ങൾ പറഞ്ഞ് വക്കീലന്മാർ കേസ് മാറ്റിവെപ്പിക്കുന്നു. വിചാരണയുടെ ഓരോ ഘട്ടത്തിലും ഹൈക്കോടതിയെ സമീപിച്ചിട്ട് വിചാരണ തടസ്സപ്പെടുത്തുന്നു. സാക്ഷികളെ സ്വാധീനിക്കൽ അതിൽ പ്രധാനപ്പെട്ട ഒന്നായിട്ട് വരുന്നു. സമയം കൂടുന്തോറും സാക്ഷികൾ കൂറുമാറാനുള്ള സാധ്യത വർദ്ധിക്കുകയും ചെയ്യും. കാലം എല്ലാ മുറിവുകളും ഉണക്കും എന്നുള്ളത് ക്രിമിനൽ കേസുകളിൽ പ്രതികൾക്ക് അനുകൂലമായിട്ടുള്ള ഘടകമാണ്. കേരളത്തിലെ കോടതികളിലും വിചാരണ നീണ്ടുപോകുന്ന അവസ്ഥയുണ്ട്. വർഷങ്ങളായിട്ട് തീർപ്പാകാത്ത സ്ത്രീധന പീഡന കേസുകളും കൊലപാതക കേസുകളും നമ്മുടെ നാട്ടിലുണ്ട്. വാളയാർ കേസ് പോലെയുള്ളവയിലെ വിചാരണ നടപടികളിലെ പാളിച്ചകൾ നമ്മൾ ഉദാഹരണമായിട്ട് എടുക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. എന്താണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരമെന്ന് ആലോചിക്കുകയാണെങ്കിൽ കോടതികൾ മാത്രം വിചാരിച്ചാൽ ഇത് മാറുമോ? സമയബന്ധിതമായിട്ടുള്ള വിചാരണയാണ് ഇതിൽ ഒന്നാമതായിട്ട് വേണ്ടത്. കീഴ്ക്കോടതികളിൽ വിചാരണ പൂർത്തിയാക്കാൻ കൃത്യമായിട്ടുള്ള സമയപരിധി നിശ്ചയിക്കണം.
ഒപ്പം തന്നെ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം കൂടി അതിൽ ചേർക്കണം. ഡിജിറ്റലൈസേഷൻ വഴി കേസുകളുടെ നീക്കം വേഗത്തിലാക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കണം. ഒരു കേസിൽ ഒരു സ്റ്റേ വന്നാൽ അത് നിശ്ചിത സമയത്തിനുള്ളിൽ പുനഃപരിശോധിക്കപ്പെടുന്നു എന്ന് ഉറപ്പാക്കുന്നതിന് വേണ്ടി ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള സംവിധാനങ്ങൾ വേണം. ഒപ്പം കൂടുതൽ ജഡ്ജിമാരും കൂടുതൽ കോടതികളും വേണ്ടിവരുന്നു. ജനസംഖ്യാനുപാതികമായിട്ട് നമ്മുടെ രാജ്യത്തെ ജഡ്ജിമാരുടെ എണ്ണം വളരെ കുറവാണ്. കേസുകൾ കുമിഞ്ഞുകൂടാൻ ഇതൊരു പ്രധാനപ്പെട്ട കാരണമായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. ഈ വിധിയിലൂടെ സുപ്രീം കോടതി നൽകുന്ന സന്ദേശം വ്യക്തമാണ്. നീതിപീഠങ്ങൾ പ്രതികൾക്ക് ഒളിച്ചിരിക്കാനുള്ള ഇടമാകരുത്. അത് ഇരകൾക്ക് ആശ്വാസം നൽകുന്ന ഇടമാകണം. കോടതിയുടെ ഇടക്കാല ഉത്തരവുകൾ നീതി നടപ്പാക്കുന്നതിന് തടസ്സമാകുന്നത് ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ല. കോടതികൾ പ്രതികൾക്ക് സുരക്ഷിതമായി ഒളിച്ചിരിക്കാനുള്ള ബങ്കറുകളാകരുത്. കോടതികൾ ഇരകൾക്ക് ആശ്വാസം ലഭിക്കുന്ന സങ്കേതങ്ങളായിട്ട് മാറണം. ഫയലുകൾക്കിടയിൽ അമർന്നു പോകുന്നത് കേവലം കടലാസുകളല്ല, ഓരോ മനുഷ്യരുടെയും ആയുസ്സും പ്രതീക്ഷകളുമാണ്. നിയമം വഴി നീതി നടപ്പിലാക്കേണ്ടവർ തന്നെ നിയമത്തിൻ്റെ പഴുതുകൾ വഴി അത് വൈകിപ്പിക്കുന്നത് നീതിന്യായ വ്യവസ്ഥയോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയായിരിക്കും. നീതിക്ക് ചിറകുകൾ ഉണ്ടാവണം. അത് കൃത്യസമയത്ത് ഇരയുടെ പടിക്കൽ പറന്നെത്തണം. അല്ലാതെ മുടന്തി നടന്ന് പതിറ്റാണ്ടുകൾക്ക് ശേഷം എത്തുമ്പോഴേക്കും ഇര അവിടെ ഉണ്ടാകണമെന്നില്ല. നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ ക്ലോക്ക് പതുക്കെയാണോ ഓടുന്നത് എന്നുള്ള സംശയം സ്വാഭാവികമായിട്ടും ഉയരുന്നുണ്ട്. അതോ കുറ്റവാളികൾക്ക് വേണ്ടി ആരെങ്കിലും അത് പിന്നോട്ട് തിരിക്കുകയാണോ എന്നുകൂടി നമ്മൾ നോക്കേണ്ടതുണ്ട്. ഒരു കൊലപാതകം നടക്കുന്നു, ഒരാൾ കൊല്ലപ്പെടുന്നു, ആ വ്യക്തിയുടെ മക്കൾ വളർന്ന് മുതിർന്നവരാകുന്നു, മാതാപിതാക്കൾ മരിച്ചു പോകുന്നു. ഒടുവിൽ 23 വർഷങ്ങൾക്ക് ശേഷം പ്രതിക്ക് ശിക്ഷ എന്ന് കോടതി വിധിക്കുമ്പോൾ ആർക്കാണ് ആ നീതി കൊണ്ട് പ്രയോജനം? നീതിയുടെ ഫലം അനുഭവിക്കേണ്ടവർ മണ്ണടിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ വിധി കൊണ്ട് എന്ത് കാര്യം? നമ്മുടെ നിയമവ്യവസ്ഥയിൽ നമുക്ക് വിശ്വാസമുണ്ട്. പക്ഷേ ആ വിശ്വാസം നിലനിൽക്കണമെങ്കിൽ നീതി കൃത്യസമയത്ത് ലഭിക്കണം. 23 വർഷം ഒരു പിതാവിനോ മാതാവിനോ തങ്ങളുടെ മകളുടെ മരണത്തിന് നീതി തേടി അലയേണ്ടി വരുന്നത് ആധുനിക ഇന്ത്യക്ക് അപമാനമാണ്. സുപ്രീം കോടതിയുടെ ഈ ഇടപെടൽ ഒരു തുടക്കം മാത്രമാകട്ടെ. ഹൈക്കോടതികളും കീഴ്ക്കോടതികളും ഈ ഗൗരവം ഉൾക്കൊള്ളുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. കാരണം നിയമം എന്ന് പറയുന്നത് കടലാസിലെ അക്ഷരങ്ങൾ മാത്രമല്ല, അത് സാധാരണക്കാരുടെ ജീവിതത്തിന് നൽകുന്ന സംരക്ഷണം കൂടിയാണ്. ആ സംരക്ഷണം വൈകുമ്പോൾ തകരുന്നത് ഒരു ജനാധിപത്യ രാജ്യത്തിൻ്റെ നട്ടെല്ലാണ് എന്ന് മാത്രം സൂചിപ്പിക്കുന്നു.